റഷ്യയിൽ പുതിയൊരു വിപ്ലവകരമായിട്ടുള്ള കണ്ടെത്തൽ സംഭവിച്ചിരിക്കുന്നു. ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തി, ഇനി നമുക്കൊന്നും പേടിക്കാനില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്രമാത്രം സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും കാര്യമുണ്ട്. ക്യാൻസർ ചികിത്സയിൽ ഈ കണ്ടെത്തൽ, ഈ വാക്സിൻ എത്രമാത്രം സഹായിക്കും എന്നൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ എന്നത് ഒരു രോഗമല്ല. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന ക്രമരഹിതമായിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള കോശവിഭജനം, വളർച്ച ഒക്കെയാണ് ക്യാൻസർ എന്നതുകൊണ്ട് പൊതുവായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ എല്ലാതരം ക്യാൻസറുകളും തടയാൻ കഴിയുന്ന മരുന്ന് എന്നത് അത്രയധികം എളുപ്പമായ കാര്യവുമല്ല. 250ഓളം വിധത്തിലുള്ള ക്യാൻസറുകൾ മനുഷ്യ ശരീരത്തിലുണ്ടാവാമെന്നതാണ് അറിവ്. ഓരോന്നിൻ്റെയും കാരണവും സ്വഭാവവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ചികിത്സയും പല വിധത്തിലുമാണ്. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, ടാർഗറ്റഡ് മെഡിസിൻ, അങ്ങനെ പലതരത്തിലുള്ള ചികിത്സകൾ ക്യാൻസറുകൾക്കെതിരെയായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. വാക്സിനുകൾ എന്ന് നമ്മൾ പൊതുവായിട്ട് പറയുന്നത് ചില സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മുൻകൂറായിട്ട് നൽകുന്ന കുത്തിവെപ്പുകളെയോ മരുന്നുകളെയോ ആണല്ലോ. ഒരു വാക്സിനിൽ സാധാരണമായിട്ട് രോഗകാരിയായിട്ടുള്ള സൂക്ഷ്മാണുവിനോട് സാമ്യമുള്ള ഒരു ഏജന്റ് അടങ്ങിയിരിക്കും. ഇത് പലപ്പോഴും ആ സൂക്ഷ്മാണുവിനെ അല്ലെങ്കിൽ രോഗകാരിയെ തന്നെ കൊന്നോ ദുർബലമാക്കിയോ അല്ലെങ്കിൽ അതിന് രോഗം പരത്താൻ കഴിവില്ലാത്ത വിധത്തിൽ അതിനെ രൂപമാറ്റം വരുത്തിയോ നിർവീര്യമാക്കിയോ ആയിട്ടുള്ള ഒരു രൂപമായിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ടോക്സിൻ ആവാം, ചിലപ്പോൾ അതിൻ്റെ പുറത്തെ പ്രോട്ടീനുകളാവാം. അപ്പോൾ രോഗമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വാക്സിൻ നൽകുമ്പോൾ വാക്സിനിലെ ആ വസ്തു, ഏജന്റ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കും, അതിനെ മനസ്സിലാക്കിപ്പിക്കും, അതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ നിർമ്മിക്കും. രോഗമുണ്ടാക്കാൻ കഴിവുള്ള ഒരു രോഗാണു അല്ല ഉള്ളിലേക്ക് കയറുന്നത്, അതേസമയം രോഗാണുവിൻ്റെ എല്ലാ സ്വഭാവവുമുള്ള ഒരു ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനെതിരെയുള്ള ആൻറ്റിബോഡി നിർമ്മിക്കാൻ പറ്റും. ഇനി പിന്നീട് നമ്മുടെ ശരീരത്തിലേക്ക് ശരിയായിട്ടുള്ള രോഗാണു കയറുകയാണെങ്കിൽ ഈ മുന്നറിവ് വെച്ച് അതിനെതിരെ ആൻറ്റിബോഡികൾ ഉണ്ടാക്കി പൊരുതി അതിനെ നശിപ്പിക്കും. അങ്ങനെ നമുക്ക് രോഗം പിടിപെടില്ല. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനെ തന്നെ പരിശീലിപ്പിച്ച് സജ്ജമാക്കി ഇരുത്തുക എന്നുള്ളതാണ് വാക്സിനേഷൻ്റെ ഒരു പൊതുവായ രീതി. ഇപ്പോൾ റഷ്യ ക്യാൻസറിനെതിരെ പ്രീ ക്ലിനിക്കൽ ടെസ്റ്റുകൾ, പഠനങ്ങളൊക്കെ നടത്തി നല്ല റിസൾട്ട് നൽകുന്ന ഒരു വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. എൻഡ്രോമിക്സ് എന്നാണ് അതിന് അവർ പേര് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്ന ഗവേഷണങ്ങളുടെ തുടർച്ചയെന്നോണം കഴിഞ്ഞ 3 വർഷമായിട്ട് തീവ്രമായിട്ട് അവർ നടത്തിയ പഠനങ്ങളുടെ, ഗവേഷണങ്ങളുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു mRNA വാക്സിനാണ്. mRNA എന്ന് പറഞ്ഞാൽ മെസഞ്ചർ റൈബോ ന്യൂക്ലിക് ആസിഡ്. അതെ, മെസഞ്ചർ എന്നാൽ സന്ദേശവാഹകർ തന്നെ. RNA എന്നാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് നമ്മുടെ ഒരു ജീവകോശത്തിൻ്റെ അടിസ്ഥാന ജനിതക ഘടകമാണെന്നറിയാമല്ലോ. DNA-യിൽ നിന്നുള്ള ജനറ്റിക് കോഡുകൾ ഒരു സന്ദേശം പോലെ റൈബോസോമുകളിലേക്ക് കൈമാറിയിട്ടുണ്ടാവും mRNA-യിൽ. അതിനാൽ തന്നെ ഈ എൻഡ്രോമിക്സ് mRNA വാക്സിൻ ഒരു പേഴ്സണലൈസ്ഡ്, വ്യക്തിഗതമായിട്ടുള്ള ഒരു വാക്സിനാണ്. നമ്മുടെ ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിൻ പോലെ പൊതുവായിട്ടുള്ളതല്ല. അതായത് എല്ലാവർക്കും ഈ വാക്സിൻ കൊണ്ട് കാര്യമില്ല. ഇതിനു പുറമെ 4 രോഗമുണ്ടാക്കാത്ത നോൺ പാത്തോജനിക് ആയിട്ടുള്ള വൈറസുകളെ കൂടി ഈ വാക്സിനിൽ ഉണ്ടാകും. മറ്റു കോശങ്ങൾക്ക് ദോഷമുണ്ടാക്കാതെ ഇവ നേരിട്ട് ക്യാൻസർ കോശങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കും. ഇത് COVID-19 വാക്സിനുകളിൽ സ്പുട്നിക് പോലുള്ളവയിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യക്ക് സമാനമാണ്. ഓരോ രോഗിയുടെയും ട്യൂമർ ജിനോമിക്സ്, ജീൻ പ്രൊഫൈൽ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഒരാൾക്ക് ക്യാൻസർ രോഗമുണ്ടെങ്കിൽ അയാളിലെ ക്യാൻസർ കോശങ്ങൾ ഒരു പ്രത്യേകതരം പ്രോട്ടീൻ നിർമ്മിക്കും. അതിന് ട്യൂമർ ആൻറ്റിജൻ എന്നാണ് പറയുക. അതിനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ക്യാൻസർ കോശങ്ങൾക്ക് പെരുകാൻ കഴിയില്ലല്ലോ. mRNA സാങ്കേതിക വിദ്യയിലൂടെ ക്യാൻസർ കോശങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ആ പ്രത്യേക പ്രോട്ടീനുകളെ, ട്യൂമർ ആൻറ്റിജൻസ് ഉണ്ടാക്കാൻ ശരീരത്തിലെ കോശങ്ങളെ പരിശീലിപ്പിക്കുന്നു. ഈ പ്രോട്ടീനുകളെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ തിരിച്ചറിയുകയും ആൻറ്റിബോഡികൾ ഉണ്ടാക്കുകയും അവ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഓരോ രോഗിയുടെയും ട്യൂമർ ജിനോമിക്സ്, ജീൻ പ്രൊഫൈൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പഴയകാലത്തു നിന്നും വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ന്യൂറൽ നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടിംഗ് സഹായത്തോടെ ഓരോ രോഗിയുടെയും ജനിതക മാപ്പിംഗ് നടത്തി അയാൾക്ക് മാത്രമായിട്ടുള്ള പ്രോട്ടീൻ നിർമ്മിക്കാൻ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. അതിൽ കാര്യമുണ്ട് താനും. അതാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. അതായത് പലതരം ക്യാൻസറുള്ള രോഗികളെ ചികിത്സിക്കാൻ ഭാവിയിൽ ഇത് സഹായകരമാകാം. രോഗമില്ലാത്ത ഒരാളിൽ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ ഇത് പ്രായോഗികമായിട്ടുള്ള സഹായം നൽകുമോ എന്നുള്ള കാര്യം പുതിയ പഠനങ്ങളിലൂടെ മാത്രം തെളിയേണ്ടതാണ്. അല്ലാതെ പൊതുവായ വാക്സിൻ എന്ന് കേൾക്കുമ്പോൾ കരുതുന്നത് പോലെ നമുക്കെല്ലാവർക്കും മുൻകൂറായി എടുത്ത് ക്യാൻസർ വരുന്നത് തടയാനൊന്നും ഈ വാക്സിൻ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല. അതായത് അമിതമായ പ്രതീക്ഷയൊന്നും വേണ്ട. റഷ്യയിലെ ഫെഡറൽ
മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി മേധാവി വെറോണിക്ക സ്കോർസോവ അവകാശപ്പെടുന്നത് പ്രീ ക്ലിനിക്കൽ ഘട്ടം, മൃഗപരീക്ഷണ ഘട്ടം പൂർത്തിയായി. അതിൽ ട്യൂമർ വലിപ്പം 60 മുതൽ 80% വരെ ചുരുങ്ങുകയും ട്യൂമർ വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്തു എന്നാണ്. 48 വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യഘട്ട ക്ലിനിക്കൽ ട്രയലുകളിൽ ഫേസ് 1-ൽ 100% ഫലപ്രാപ്തിയും സുരക്ഷിതത്വവും കാണിക്കപ്പെട്ടു എന്ന് പറയുന്നു. രോഗികളിൽ ട്യൂമർ ചുരുങ്ങുകയും ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തു. വാക്സിൻ ആവർത്തിച്ച് നൽകിയാലും സുരക്ഷിതമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ലോകത്തെങ്ങും വളരെ വ്യാപകമായിട്ടുണ്ടാകുന്ന വൻകുടലിലെ ക്യാൻസർ, കൊളോറെക്ടൽ ക്യാൻസറിന് ഇത് വളരെ ഫലപ്രദമാകുമെന്നാണ് അവകാശവാദം. കൂടാതെ ഒരിനം ബ്രെയിൻ ക്യാൻസറായ ഗ്ലയോബ്ലാസ്റ്റോമയ്ക്കെതിരെയും തൊലിക്ക് വരുന്ന ക്യാൻസറായ മെലനോമയിൽ ഒരിനമായിട്ടുള്ള ഒക്കുലാർ ക്യാൻസർ, കണ്ണിനെയൊക്കെ ബാധിക്കുന്ന ഇനം ക്യാൻസറിനും ഇത് ഫലപ്രദമാകുമോ എന്നുള്ള പഠനങ്ങൾ കൂടി അവർ ആരംഭിക്കുകയാണ് എന്നും കൂടി അവർ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കാൻ സുഖമുള്ള കാര്യമാണെങ്കിലും ആഘോഷിക്കാൻ ചെറിയ വകയൊക്കെ ഉണ്ടെങ്കിലും ഇവർ അവകാശപ്പെടും വിധത്തിൽ ഇവ ഫലപ്രദമാണോ എന്ന് ഉറപ്പിക്കാൻ ഇനിയും വലിയ തോതിലുള്ള ട്രയലുകൾ ആവശ്യമാണ്. മൃഗപരീക്ഷണത്തിലെ ഫലങ്ങൾ മനുഷ്യരിലേക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പ്രയാസകരവുമാണല്ലോ. ഡാറ്റയുടെ സുതാര്യതയും പിയർ റിവ്യൂകളും കുറവാണ്. റഷ്യൻ റെഗുലേഷനുകൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ ആഗോളതലത്തിൽ സ്വീകരിക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. ഈ പഠനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരത്തിലുള്ള വാർത്തകളല്ലാതെ ശാസ്ത്ര ജേർണലുകളിലോ പോർട്ടലുകളിലോ യാതൊരു വിവരങ്ങളും ഇതുവരെയുമില്ല. 1 വർഷം മുമ്പ് തന്നെ ഈ വാർത്ത ലോകമാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നു. പിന്നെ ഈ വ്യക്തിഗതമായിട്ടുള്ള വാക്സിൻ നിർമ്മാണം, കോൾഡ് ചെയിൻ സംഭരണം, ജിനോമിക്സ് പ്രൊഫൈലിംഗ് എന്നിവയൊക്കെ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന കാര്യങ്ങളാണ്, ചിലവേറിയതുമാണ്. ക്യാൻസറിന് രോഗപ്രതിരോധ സംവിധാനങ്ങളെ ഉത്തേജിപ്പിച്ച് രോഗം ഭേദമാക്കുന്ന ചികിത്സ, ഇമ്മ്യൂണോതെറാപ്പി ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ജെയിംസ് പി അലിസോൺ, തസൂക്കു ഹോൻചോ എന്നിവർക്ക് 2018 നൊബേൽ പ്രൈസ് ഇമ്മ്യൂൺ സെല്ലുകളിലെ ഒരുതരം ബ്രേക്കിംഗ് സംവിധാനത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് നൽകിയിരുന്നത്. കാറ്റലിൻ കറിക്കോ, ഡ്രൂ വീസ്മാൻ എന്നിവർ mRNA എങ്ങനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് കണ്ടെത്തിയതിന് 2023 നൊബേൽ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ കണ്ടെത്തലാണ് 2020 നമുക്ക് കോവിഡ് വാക്സിൻ നിർമ്മിക്കാനുള്ള വഴി കണ്ടെത്തി തന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വാക്സിനുകൾ കീമോതെറാപ്പിയിൽ ചെയ്യുന്നത് പോലെ ക്യാൻസർ കോശങ്ങളല്ലാത്ത സാധാരണ കോശങ്ങളെയും നശിപ്പിക്കില്ല എന്നതും കീമോതെറാപ്പിയിലെ പോലെ പാർശ്വഫലങ്ങളില്ല എന്നതും വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും ജീവിത കാലയളവ് വർദ്ധിപ്പിക്കാനും അതിൻ്റെ ക്വാളിറ്റി കൂട്ടാനും ഇത്തരത്തിൽ ആധുനിക ചികിത്സാ രംഗത്തുണ്ടാകുന്ന പുതിയ കണ്ടെത്തലുകളും പഠനങ്ങളും പരീക്ഷണങ്ങളും സഹായിക്കും. നമ്മുടെ ജീവിതത്തെ അത്രമേൽ പ്രതിസന്ധിയിലാക്കുന്ന ക്യാൻസർ രോഗത്തെ തടയാനും ചികിത്സിക്കാനും കഴിയുന്ന വളരെ നിസ്സാരമായിട്ടുള്ളൊരു രോഗം മാത്രമായിട്ട് ക്യാൻസർ മാറുന്ന ഒരു കാലം വരും എന്നതിൻ്റെ ശുഭസൂചനയായിട്ട് റഷ്യയുടെ ഈ മുന്നേറ്റത്തെ നമുക്ക് കാണാം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. വൈറസും ബാക്ടീരിയയും തൊട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.